ഗൈസ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാമ്പാറുണ്ട്. നമ്മുടെ ഇന്നലത്തെ സാമ്പാറുണ്ട്. അപ്പം സാമ്പാർ കൂട്ടിയിട്ട് പിടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. കുറേ ദിവസമായി ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ദോശ. എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ആട്ടോ ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ ഇഷ്ടമല്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കാറില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടമാണ്. പിന്നെ ചായയൊക്കെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ കുടിച്ചു. ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ മദ്രസയിൽ പോയി. അച്ചുട്ടനും ഇഷമോളും മദ്രസയിൽ പോയി. കുഞ്ഞിവിടെ ഉണ്ട്. ഞാനിവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞു ഇന്ന് ഞായറാഴ്ച അല്ലേ, ഉപരൊക്കെ നേരം വൈകിട്ട് എനിക്കുള്ളൂ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടന്നതാണ്. എന്താ എനിക്കാത്ത, എന്താ ചായയും കടി ഉണ്ടാക്കാത്ത ചോദിച്ചിട്ട് സ്വൈരം എവിടെ കിടന്നെന്ന് കൂടി അടുക്കളയില്. നമ്മുടെ ഈ ഗ്യാസ് ആദ്യം ഇരിക്കണ്ടായിരുന്നില്ലേ അടുക്കളയിൽ, അവിടെ ഒരു പലക ഇട്ടിട്ട് അതുമ്മ തല വെച്ചിട്ട് സുഖായിട്ട് നീണ്ട് നിവർന്ന് കിടന്നിട്ട് ഫോണിൽ നോക്കിയിട്ട് ഇരിക്കുക. അതൊരു രസല്ലേ. അപ്പൊ ഞാൻ എണീറ്റ് വന്ന് വെക്കാളാക്കി വന്ന് ചായ ഉണ്ടാക്കി ചായ. എന്നിട്ട് അവിടെ കിടക്കുമ്പോ കുശുമ്പളകിയിട്ട് അവന് ഉണ്ടാക്ക് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ദോശ ഉണ്ടാക്കട്ടെ. അപ്പൊ ഇന്ന് ട്യൂഷനും സ്കൂളൊന്നും ഇല്ല. അപ്പൊ ഒന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയാൽ മതി. അത് ചെയ്യില്ല. അല്ല, സ്കൂളും ട്യൂഷനൊക്കെ ഇല്ലെങ്കിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോളും. ട്യൂഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഉറക്കം മതിയാവാണ്ടൊക്കെ എണിച്ചു വരിക. അപ്പൊ ഇപ്പോഴൊക്കെ എല്ലാം ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് ചെയ്യില്ല. ഐഷമോളും അങ്ങനെ തന്നെ കേട്ടോ. ഐഷമോള് അല്ലെങ്കിൽ എണിക്കാൻ കൂട്ടാക്കൂല. ഇന്ന് ഇപ്പൊ ഞാൻ 5:30 6 മണിയാകുമ്പോഴേ ഞാൻ എണീറ്റത്. 6 മണിയാകുമ്പോൾ എണീറ്റപ്പോൾ എൻ്റെ പിന്നാലെ എനിക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് വേറെ കാര്യം. ഒരുവിധമുള്ള പിള്ളേരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. സ്കൂൾ മദ്രസൊക്കെ അല്ലെങ്കിൽ നേരത്തെ എണീക്കും. അല്ലാത്ത ദിവസങ്ങളിൽ വിളിച്ചാലും വിളിക്കില്ല. അങ്ങനെയാണ്. എന്താ കാട്ടുന്നത്? ചായ ചൂടാക്കാം. അവിടെ വെക്കിപ്പോൾ തൽക്കാലം. നമുക്ക് ചായ ഒന്നുമില്ല അവിടെ. ചുമ പട്ടിക്കുട്ടിയാ. അപ്പൊ അങ്ങനെ മക്കളെ, ഇപ്പൊ കുഞ്ഞുവിന് നമുക്ക് ദോശ കൊടുക്കാട്ടാ. ഒരെണ്ണം മതി കുഞ്ഞു, 2 എണ്ണം. അത് കഴിക്കില്ല. അത് തിന്നിട്ട് വേണമെങ്കിൽ ഒന്ന് നിർത്തും. അടിപൊളി സാമ്പാറും. കുഞ്ഞിവിടെ ചായ ചൂടാക്കട്ടോ. അങ്ങനെ ചായയും കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ മീൻകാരൻ്റെ കൂക്ക് കേട്ടത്. അപ്പോൾ മീൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ എന്താ കറി വയ്ക്കുക ചോദിച്ചിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ സാദിക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവനിപ്പോൾ ഓട്ടോറിക്ഷയിലാട്ടോ മീൻ കൊണ്ടുവരുന്നത്. ആദ്യം ബൈക്കിലാണ് കൊണ്ടുവന്നിരുന്നത്, ഇപ്പോൾ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്നത്. മീൻ കുടുതിയും ചാളയായിരുന്നു. ചാള കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുടുതയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വലിയ ചൊവ്വില്ലെന്നൊക്കെ, വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. മീൻ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ട് അങ്ങനെ തിരുമ്പാൻ നിന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെയും കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. എന്താ പറയുക, പിന്നെ ശനിയാഴ്ചത്തൊക്കെ ഡ്രസ്സ് കല്ലിൽ അലക്കുക തന്നെയാണ് നല്ലത്. എന്താ വെച്ചാൽ രാവിലെ മുതലേ ഇവർ മണ്ണിലാവും. അപ്പോൾ നമ്മുടെ മുറ്റത്താണെങ്കിൽ ആകെ മണ്ണും ചെളിയില്ല. ആച്ചുട്ടൻ മണ്ണിൽ കളിക്കാൻ മിടുക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സിലൊക്കെ നിറയെ മണ്ണാവും കേട്ടോ. അപ്പോൾ ഞാൻ കല്ലിൽ അലക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല, വെളുക്കില്ല, ഡ്രസ്സൊന്നും വെളുക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷാളൊക്കെ ഇട്ടിട്ട് അലക്കാൻ നിൽക്കാനും ഭയങ്കര പാടാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അലക്കണത് വീഡിയോ എടുത്തുള്ളൂ. പിന്നെ ഞാൻ ഷാളൊക്കെ അവിടെ ഊരിയിട്ടിട്ട് ഫ്രീ ആയിട്ട് നിന്നിട്ട് അലക്കുക ചെയ്തിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഷാളൊന്നും ഇട്ടിട്ട് നിന്നിട്ടൊന്നും ഇത് ഏത് നേരം ഇങ്ങനെ താഴത്തേക്ക് വീഴുമ്പോൾ അത് കയറ്റിയിടാനും അപ്പോൾ മേലൊക്കെ പതയാവും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ വീഡിയോ പിടിച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ ഒരു ഷാൾ തലയിൽ ഇങ്ങനെ ബാക്ക് സൈഡിൽ കെട്ടി വെക്കണം. എനിക്ക് അങ്ങനെയായിട്ടാണ് ഇഷ്ടം. ഞാൻ മിക്ക ദിവസങ്ങളിലും വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുക, ബാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് നിൽക്കുക. വീഡിയോയിൽ അങ്ങനെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഊരി പോണ ഷാളാണെങ്കിൽ പറയും വേണ്ട. അങ്ങനെ നമ്മുടെ അലക്കിലൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ തോരട്ട് ഞാൻ വടിയുടെ മുകളിൽ അഴക്കി കയറ്റിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു പറയും പതാക ഉയർത്തി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ഇതിങ്ങനെ ഞാൻ നിൽക്കുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ
തുണികളൊക്കെ തോരട്ടിട്ട് അപ്പുറത്തേക്ക് പോവാണ്. ഇനി കുറേ വെള്ളം ഉണ്ട് അവിടെ, നമ്മൾ ഊരിപ്പിഴിഞ്ഞ വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കൊടുന്ന് ഇങ്ങനെ മുറ്റത്ത് തെളിക്കണം, അല്ലെങ്കിൽ ആകെ പൊടിയാവും കേട്ടോ. പൊടി പാറിയിട്ട് നിൽക്കില്ല. നാളെ തന്നെ മുറ്റടിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തങ്ങനെ മുറ്റത്ത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അടിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നമുക്ക് വെള്ളം വന്നിരുന്നില്ല കേട്ടോ, ഒരാഴ്ചയായിട്ട് പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ വെള്ളമൊക്കെ കോരിയിട്ട് തെളിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ പിള്ളേരേനെ കൊണ്ടുപോയി ആക്കി വന്നിട്ടാണ് നമ്മൾ മുറ്റടിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ വെള്ളം കോരി തെളിച്ച് വരുമ്പോഴേക്കും ഇവരെ വിളിക്കാൻ പോകേണ്ട ടൈമാവും. അപ്പോൾ ഞാൻ വേഗം അങ്ങനെ അടിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അകും കോലായൊക്കെ വേഗം തുടയ്ക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ആകെ പൊടിയുടെ കളിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് അലക്കൽ കഴിഞ്ഞിട്ട് വെള്ളം പിടിച്ച കാരണം തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വെള്ളം തെളിച്ചുട്ടോ. പിന്നെ ഇന്ന് വെള്ളം വന്നു കേട്ടോ പൈപ്പിൽ. അപ്പോൾ അതാ കുഞ്ഞു നാളികേരം പൊളിച്ചേരുണ്ട് കറിക്കുള്ളത്. പിന്നെ അതാ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കുടുത വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുടുത അതാ നന്നാക്കി വെച്ചിട്ടുണ്ട്. വലിയ ചോയില്ലാത്ത കുടുതയായിരുന്നു. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു എന്നെ ചീത്ത പറയുകയാണ് ഈ കുടുത മേടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാം കേട്ടോ. കുഞ്ഞവിടെ നിന്നിട്ട് എന്തൊക്കെയാ പുറുപുറുക്കുണ്ട്. നീയാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് കുടുത വാങ്ങുന്നു. ഇല്ല, അനക്ക് എങ്ങനെ മനസ്സിലായി പൊട്ട കുടുത? പിന്നെ ഇന്നലെ അങ്ങോട്ട് മുളയ്ക്കുമ്പോഴേക്കും എനിക്ക് മീൻ കണ്ടറിയാ. ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച തകരയാണ് നീ. മിണ്ടല്ലടാ. ഞാൻ തുടക്കിയോ ഒന്ന്? എന്താടാ പൊന്നാ തുടച്ചാട്രാ. 11:30 തുടച്ചിട്ടില്ലേ ഗൈസ് ഇതുവരെ. തുടച്ചു തരൂ കുഞ്ഞോ. ഇത് തുടയ്ക്കും. എൻ്റെ മനസ്സ് നല്ല മനസ്സാ, തങ്കപ്പേട്ടൻ്റെ മനസ്സാ. ചുമയെ തൊള്ളോണ്ടല്ലല്ലോ ചുമക്കുന്നത്, അല്ല തുടയ്ക്കണത് കൈ കൊണ്ടല്ലേ. അയ്യോ ഉണ്ടാക്കണ്ട. വെച്ചപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഇവിടെ ബിരിയാണി കഴിക്കുകയാണ്. ഇശമോളുണ്ട്, ആച്ചൂട്ടനുണ്ട്, കുഞ്ഞാപ്പി ഉണ്ട്. കുഞ്ഞാപ്പിയും ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.